എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഈ യഹോവ സാക്ഷികളുടെ ഒരു പ്രാർത്ഥനാ ചടങ്ങിൽ ഒരു സ്ഫോടനം ഉണ്ടായി. അന്ന് ആ സ്ഫോടനം ഉണ്ടായതിന് ശേഷം ഇതിന് അന്താരാഷ്ട്രപരമായ ചില ബന്ധങ്ങളുണ്ടെന്നുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ അത് ശരിയായി വരുന്നുണ്ടോ? അത് ശരിയായി വരുന്നുവെന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ പുതിയ നടപടി പറയുന്നത്. കാരണം ഈ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളെയാണ് കേസിൽ പിടികൂടിയതല്ല, അയാൾ തൃശ്ശൂർ ജില്ലയിലെ കൊടകര സ്റ്റേഷനിൽ പോയി ഹാജരായിട്ട് താനാണിത് ചെയ്തത് എന്ന് കുറ്റമേൽക്കുകയും താൻ ഈ ബോംബ് സ്ഥാപിക്കുന്നതിൻ്റെയും അതിൻ്റെ റിമോട്ട് അമർത്തുന്നതിൻ്റെയൊക്കെ വീഡിയോ ചിത്രങ്ങൾ എടുത്ത് വെച്ച് പോലീസിനെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസിന് പണി എളുപ്പമായി. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് സ്ഫോടനം നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് ഒരു നീല കാറ് പോകുന്നത് കണ്ടു, കാറ് ട്രേസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത പോയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല 2021 ഒക്ടോബർ 29 രാവിലെ 9:40 ഈ സ്ഫോടനം നടന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ഫോടനമാണ്. ഏറ്റവും വലിയ സ്ഫോടനം എന്ന് മാത്രമല്ല, 8 പേർ മരിച്ചു. അതുമാത്രമല്ല, അതിൻ്റെ പ്രത്യേകത സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് IED ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് ഒരു സ്ഫോടനം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ പലയിടത്തും തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആധുനിക സന്നാഹങ്ങളോടെ നടത്തിയിട്ടുള്ള സ്ഫോടനങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സ്ഫോടനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ സംശയം, ഇതിനകത്ത് ഇത്തരം IED ഒക്കെ വെച്ചിട്ട് സ്ഫോടനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ദൂരെ നിന്നാണ് സ്ഫോടനം നടത്തിയതെന്നൊക്കെ പറയുമ്പോൾ ഇതത്ര നിസ്സാര കാര്യമാണോ? ഈ മാർട്ടിൻ തന്നെയാണോ പ്രതി? ഡൊമിനിക് മാർട്ടിൻ തനിച്ചായിരിക്കുമെന്നുള്ള സംശയങ്ങൾ അന്നേ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞ് ഇയാൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് 8 പേർ കൊല്ലപ്പെട്ട ആ സ്ഫോടന കേസ് അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരം അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഇയാൾ ഈ ബോംബൊക്കെ നിർമ്മിച്ചതിന് ശേഷം ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ അത് നിർമ്മാണം പൂർത്തിയായതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു. ഈ ചിത്രങ്ങൾ മുഴുവൻ ഒരു വിദേശ നമ്പറിലേക്ക് അയച്ചു കൊടുക്കും. എടുത്ത ചിത്രങ്ങളൊക്കെ. അപ്പോൾ ഒരാൾ വളരെ രഹസ്യമായി ഒരു സ്ഫോടനം നടത്തുന്നു, അതിൻ്റെ ചിത്രങ്ങൾ എടുത്തിട്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കത്തില്ലല്ലോ. അയച്ചു കൊടുക്കുന്ന ആളുടെ കിട്ടിയാൽ ഇത് എന്തിനാണെന്ന് പറയും, ഞാനിങ്ങനെ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാളൊരു ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പം ഞാനൊരു ബോംബ് ഉണ്ടാക്കി, IED വെച്ചിട്ടൊരു ബോംബ് ഉണ്ടാക്കിയിട്ട് സിനുവിന് അയച്ചു തന്നാൽ സിനു സ്വാഭാവികമായും ഒരു സാമാന്യ ബോധമുള്ള ഒരാളാണെങ്കിൽ എന്തോ ഒരു അപകടം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ ബോംബൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഏജൻസി അറിയിക്കും, അല്ലെങ്കിൽ വേറെ അടുത്ത ബന്ധുക്കളെ ആരെങ്കിലും അറിയിക്കും. കാരണം എന്തോ കുഴപ്പം ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് കിട്ടിയിട്ടും സിനു മിണ്ടാതിരുന്നാലോ? സിനുവിന് ഇതിനകത്ത് ഒരറിവുണ്ട്, ഒരു സമ്മതമുണ്ട്, ഒരു സഹകരണമുണ്ട് എന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിദേശത്തേക്ക് അയച്ചു കൊടുത്തത് ആർക്ക്? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് ഏത് നമ്പറിലേക്കാണ് എന്ന് പറയുന്നത് വിദേശ രാജ്യം എന്നാണ് പറയുന്നത്. കേരള പോലീസിന് വിദേശത്ത് പോയി അന്വേഷിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇന്റർപോളിൻ്റെ സഹായം തേടണം എന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോട് പോലീസ് ആവശ്യപ്പെട്ടത്. ആഭ്യന്തര വകുപ്പ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റർപോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ രാജ്യത്തും ഇന്റർപോൾ എന്നൊരു പോലീസ് ഇല്ല. ഓരോ രാജ്യത്തെയും ഒരു സ്പെസിഫൈഡ് പോലീസ് ഫോഴ്സിനെ ഇന്റർപോളിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇന്റർപോളിൻ്റെ ഏജൻസി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? CBI ആണ്. അപ്പോൾ ഇന്റർപോളിന് വിടണം എന്ന് പറഞ്ഞാൽ, ഇന്റർപോളിൻ്റെ സഹായം തേടണമെന്ന് പറഞ്ഞാൽ കേരള പോലീസിന് നേരിട്ട് ഇന്റർപോളിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ കേരള പോലീസ് സ്വാഭാവികമായും ത്രൂ CBI വഴി വേണം ഇനി പോകാൻ. അപ്പോൾ കളമശ്ശേരി ബോംബ് സ്ഫോടനം, 8 പേർ കൊല്ലപ്പെട്ട കളമശ്ശേരി ബോംബ് സ്ഫോടനം, കേരളത്തിലെ ആദ്യത്തെ തീവ്രവാദ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലുള്ള ബോംബ് സ്ഫോടനം, അതിന് ചില രാജ്യാന്തര ബന്ധമുണ്ട് എന്ന് കേരള പോലീസ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞത് യഹോവ സാക്ഷികളോട് ദേഷ്യമുള്ള ഒരാൾ, അവർ രാജ്യത്തെ നിയമമൊന്നും അനുസരിക്കുന്നില്ല, അവർ രാജ്യത്തിൻ്റെ ഒരു പൊതുധാരയിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് യഹോവ സാക്ഷികൾ, അതുകൊണ്ട് എനിക്ക് അവരോട് ദേഷ്യമാണ്, അതുകൊണ്ട് ഞാൻ ബോംബുണ്ടാക്കി പൊട്ടിച്ചു എന്നൊക്കെയാണ് ഇയാളന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ റിമോട്ട് കൺട്രോൾ വെച്ച് പൊട്ടിക്കുന്ന ഒരു ബോംബ് യൂണിറ്റിന് 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് TX എന്ന് പറയും, ഒന്ന് RX എന്ന് പറയും. TX എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി റിമോട്ട് കൺട്രോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റേഡിയോ ഫ്രീക്വൻസി റിമോട്ട് കൺട്രോളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ സ്വീകരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് സ്വിച്ച് ഓണാക്കുന്ന ഒരു റിസീവറിലേക്ക് പോകണം. ആ റിസീവറാണ് RX എന്ന് പറയുന്നത്. ഈ 2 സാധനങ്ങളൊക്കെ നമുക്ക് വലിയ റേഡിയോ സിഗ്നൽ വരുന്നു, ആ റേഡിയോ സിഗ്നൽ പോയിട്ട് അത് റിസീവ് ചെയ്യുന്ന RX വേണം, TX വേണം. ഒരിടത്ത് റേഡിയോ സിഗ്നൽ ഉണ്ടാകണം, ഒറിജിനേറ്റ് ചെയ്യണം, അത് വന്നിട്ട് ഒരു റിസീവർ സ്വീകരിക്കണം. റിസീവർ സ്വീകരിച്ചപ്പോൾ ഔട്ട്പുട്ട് സ്വിച്ച് ഓണായിട്ട് സ്ഫോടനത്തിലേക്ക് പോകണം. ഇങ്ങനത്തുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സാധാരണക്കാരന് കിട്ടുമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ സാധനങ്ങൾ കിട്ടും. ഇത് ബോംബ് ഉണ്ടാക്കാനല്ല, മറ്റാവശ്യങ്ങൾക്ക് റേഡിയോ സിഗ്നൽ ഉണ്ടാക്കുകയും ആ സിഗ്നലുകൾ റിസീവ് ചെയ്യുകയും ചെയ്യുന്ന ഈ TX RX സാധനങ്ങളൊക്കെ നമ്മുടെ എറണാകുളത്തെ
കടകൾ എറണാകുളത്ത് മാത്രമല്ല എല്ലായിടത്തും ഇലക്ട്രോണിക് ഷോപ്പുകൾ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഡൊമിനിക് മാർട്ടിന് അത് കിട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ എക്സ്പ്ലോസീവ് ഇതിട്ടുള്ള സ്ഫോടക വസ്തു ആക്റ്റീവ് ആക്കാനുള്ള റിലേ സ്വിച്ച്, പിന്നെ ബാറ്ററിയിലേക്ക് വയർ കണക്ട് ചെയ്യണം. നമ്മൾ ഈ ബോംബൊക്കെ ഈ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്ന് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കാണാറില്ലേ? അപ്പോൾ ചുവപ്പ് വയറാണോ പച്ച വയറാണോ അത് കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ രണ്ടിലൊന്ന് മുറിക്കണം. ഈ മുറിക്കുന്നവൻ അറിയത്തില്ല. ഉടനെ നായകൻ പ്രാർത്ഥനയോടെ മുറിക്കുന്നു, ഭാഗ്യത്തിന് കറക്റ്റ് ആയിരിക്കുന്നു എന്ന് കാണുന്നില്ലേ? പക്ഷെ അത് അങ്ങനെ അത്ര എളുപ്പമുള്ളതാണ്. ഈ വയറുകൾ കണക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പരിജ്ഞാനമുള്ള ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം സാങ്കേതിക വിജ്ഞാനം എവിടെ നിന്ന് ഡൊമിനിക് മാർട്ടിന് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേക്കുറിച്ച് പോലീസ് ഒന്നും പറഞ്ഞിരുന്നില്ല. ഇത് അന്ന് ഇയാളുടെ വീട്ടിലൊക്കെ ഈ തമ്മനം, കൊച്ചിയിലെ തമ്മനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. അയാളുടെ വീടൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു ബോക്സ് കിട്ടിയിരുന്നു, ഒരു പെട്ടി. ആ പെട്ടിക്കകത്ത് നോക്കിയപ്പോൾ മരപ്പണിക്കുള്ള ഉളി, കൊട്ടുവടി തുടങ്ങിയ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ 4 mm ഒരു വയറുണ്ടായിരുന്നു, ഒരു കോമ്പിനേഷൻ പ്ലെയർ ഉണ്ടായിരുന്നു. ഈ 2 സാധനങ്ങളല്ലാതെ 4 mm വയർ എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലുണ്ട്? നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്തായാലും 4 mm ഒരു വയർ കാണാം. ഇത് രണ്ടുമാണ് ഈ സ്ഫോടക വസ്തു ഉണ്ടാക്കിയതിനെ സഹായിക്കുന്ന തരത്തിലുള്ള തെളിവുകളെന്ന് പറയാവുന്ന ഒന്ന്. 2 വയറ് കിട്ടി എന്നതുകൊണ്ട് ആ വയറ് ഇവൻ ബോംബുണ്ടാക്കിയതിൻ്റെ അടയാളമാണ് എന്ന് വാദിക്കാമെങ്കിലും അത് ഒരു ഡിഫൻസിൽ അവർക്ക് കൗണ്ടർ ചെയ്യാവുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് കണ്ടത്. അപ്പോൾ ഇത്തരം ചില സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് ഈ RX TX യൂണിറ്റുകളൊക്കെ വാങ്ങി, അല്ലെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിയെന്നുണ്ടെങ്കിലും എവിടെ നിന്ന് കിട്ടി? ഡിറ്റണേറ്ററിന് തുല്യമായ സ്ഫോടക വസ്തു എവിടെ നിന്ന് കിട്ടി? ഇതുവരെ പോലീസ് അന്വേഷണത്തിൽ പറഞ്ഞിട്ടില്ല, ഒരു വാർത്തയും വന്നിട്ടില്ല. ഡൊമിനിക് മാർട്ടിന് സ്ഫോടക വസ്തു എടുത്ത് കിട്ടി. IED സ്വഭാവമുള്ള ഡിറ്റണേറ്ററിന് തുല്യമായ സ്ഫോടക വസ്തു എവിടെ നിന്ന് കിട്ടി? അത് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്നും ഒന്നും വാങ്ങാൻ പറ്റത്തില്ല, കടയിൽ നിന്നും വാങ്ങാൻ പറ്റില്ല. അതൊരു സാധാരണക്കാരന് പോയാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഈ ഡിറ്റണേറ്റർ. അപ്പോൾ അതിന് പോലീസ് ഇതുവരെ ഉത്തരം കണ്ടെത്തിയിട്ടില്ല, അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇത്രയും വലിയ ആധുനിക സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള പ്രവർത്തിക്കുന്ന ഒരു ബോംബ് ഉണ്ടാക്കിയത്, IED ആണ് ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കും മുമ്പ് ഇത് പൊട്ടുമെന്നൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടോ അവിടെ? അത് ആദ്യം വെച്ചത് തന്നെ അങ്ങ് പൊട്ടി ഇയാളങ്ങ് വിജയിച്ചു എന്ന് കരുതണോ? അതോ ഇതിനു മുമ്പ് ട്രയൽ നടത്തിയിട്ടുണ്ടോ? ഒരു പരീക്ഷണം നടത്തണം എന്തായാലും. സ്വാഭാവികമായി ഒന്ന് ഞാൻ ചെയ്തൊക്കെ ശരിയാണോ എന്നറിയാൻ, പ്രത്യേകിച്ച് റിമോട്ട് കൺട്രോളാണ്, ആളെ കൊല്ലണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ട്. അപ്പോൾ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഇത് പൊട്ടുമോ എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു ട്രയൽ നടത്തണ്ടേ? ഇയാൾ തമ്മനത്താണ് താമസിക്കുന്നത്. തമ്മനത്ത് വെച്ചൊരു ട്രയൽ നടത്തിയാൽ, തമ്മനം എന്ന് പറയുന്നത് എറണാകുളത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്. അവിടെ ഒരു സ്ഫോടനം നടത്തിയാൽ ആരും ശ്രദ്ധിക്കാതെ ഒന്നിരിക്കുകയല്ല. ഇനി അല്ലെങ്കിൽ വല്ല ഇടുക്കിയിലോ വയനാട്ടിലോ ഒക്കെ പോയി ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ട്രയൽ നടത്തിയിരിക്കണം. ഈ ട്രയൽ നടത്തിയതിനെക്കുറിച്ചും പോലീസിന് ഒന്നും പറയാനില്ല. അപ്പോൾ ആദ്യത്തെ ഞെക്കിന് തന്നെ ഇയാളുടെ ബോംബ് അങ്ങ് പൊട്ടി എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇയാൾ എന്താണെന്നറിയോ? ഇയാൾ ഈ ബോംബ് ഉണ്ടാക്കുന്നത്, ബോംബ് കൊണ്ട് സ്ഥാപിക്കുന്നത്, അതിനുശേഷം ഈ റിമോട്ട് കൺട്രോൾ ഞെക്കുന്നതൊക്കെ ഇയാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ സ്വയം തെളിവുകളുണ്ടാക്കി, ഞാനാണിത് ചെയ്തതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അത് സ്വാഭാവികമാണോ? അതൊരു ചിലപ്പോൾ ഒരു അതിബുദ്ധിമാൻ മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഞാൻ മാത്രമാണ് ഈ പ്രതി, മറ്റാർക്കും ഇതിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ കളമശ്ശേരി കഴിഞ്ഞങ്ങോട്ട് പോയാൽ ആലുവയുണ്ട് അല്ലേ? അതെ, കളമശ്ശേരിക്കടുത്ത് ഇൻഫോ പാർക്കുണ്ട്, ആലുവയുണ്ട്, എത്രയോ പോലീസ് സ്റ്റേഷനുകളുണ്ട്. അവിടെ ഒന്നും പോവാതെ ഇയാൾ 47 കിലോമീറ്റർ സഞ്ചരിച്ച് തൃശ്ശൂർ ജില്ലയിലെ കൊടകര പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങി. ഇയാൾക്ക് സ്ഫോടനം നടത്തി, ഞാൻ തെറ്റാണ് ചെയ്തത്, എനിക്ക് കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ ആലുവയിൽ പോയി കീഴടങ്ങിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ചെങ്ങമനാട് പോയിക്കൂടായിരുന്നോ? അല്ലെങ്കിൽ പറവൂർ പോയിക്കൂടായിരുന്നോ? എറണാകുളം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ പോവാതെ കൊടകര വരെ 47 കിലോമീറ്റർ ഇയാൾ സഞ്ചരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 47 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയമുണ്ടല്ലോ, മിനിമം 1 മണിക്കൂർ അല്ലേ? ഈ 1 മണിക്കൂറിനുള്ളിൽ ഇയാൾ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്? വേറെ എന്തെങ്കിലും തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടോ? ആ 1 മണിക്കൂർ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണോ 47 കിലോമീറ്റർ സഞ്ചരിച്ചത്? മറ്റാരെങ്കിലും വഴി വെച്ച് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് 1 മണിക്കൂറെങ്കിലും എനിക്ക് സ്ഫോടനം നടന്ന് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് എന്നെ പിടിക്കാവുന്നതല്ല, പോലീസ് പിടിച്ചിട്ടൊന്നുമില്ല, പിടിച്ചില്ലെങ്കിൽ പിടിക്കത്തില്ലായിരുന്നു, എനിക്ക് കീഴടങ്ങാൻ പറ്റുള്ളൂ. 1 മണിക്കൂർ ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ കിട്ടുന്ന വിധത്തിൽ യാത്ര ചെയ്തത്? അതിന് ഉത്തരം വേണമല്ലോ. ഇനി അത് വന്നിട്ട് ഇയാൾ പിടികൂടുന്ന എങ്ങനെയാണ്? അയാൾ ഫേസ്ബുക്ക് ലൈവിൽ വന്നല്ലേ? അതെ, ഫേസ്ബുക്ക് ലൈവിൽ വന്നിട്ട് ഞാനാണെന്ന് പറഞ്ഞു. ആ ഒരു ഫേസ്ബുക്ക് ലൈവിൻ്റെ വീഡിയോ ഇപ്പോഴും എനിക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് വരുന്ന വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അയാളുടെ ശരീരഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കൂളായിട്ട് വന്ന് ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ ഇയാൾക്ക് വർഷങ്ങളായിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അല്ല ഇയാൾ FB ലൈവിൽ വന്നത്, പുതിയൊരു അക്കൗണ്ടിലാണ്.
പുതിയ അക്കൗണ്ടിലൂടെ ലൈവിൽ വന്ന ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഇയാൾ പഴയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. നോക്കൂ, അപ്പോഴും ഇയാളൊരു ഡിവൈസ് ഉണ്ടല്ലേ. ഈ മൊബൈൽ എന്ന് പറയുന്ന കാര്യം സാധനം ഇയാൾ കസ്റ്റഡിയിലാകുമ്പോൾ ഇയാളുടെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് ഇയാൾക്ക് നിലവിലുണ്ടായിരുന്ന അയാളുടെ പഴയ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റി. ഡിലീറ്റ് ചെയ്തതിലൂടെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ഇല്ലാതാവുന്ന എന്തൊക്കെയാണെന്നറിയോ? അയാളുടെ സുഹൃത്തുക്കളാരാണ്, ഇന്ത്യയിലെ സുഹൃത്തുക്കളാരാണ്, വിദേശ സുഹൃത്തുക്കളാരാണെന്നുള്ളത് അറിയാനുള്ള മാർഗം അടഞ്ഞുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അയാൾ ഡിലീറ്റ് ചെയ്തത്? മറ്റ് സുഹൃത്തുക്കളെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇയാൾ അങ്ങനെ ചെയ്തതെന്നൊരു സംശയമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇയാൾ യഹോവ സാക്ഷികളുമായിട്ട് വിട്ടു നിൽക്കുകയാണ്. ഈ മിക്കവാറും എല്ലാ മാസവും ഇവരുടെ യോഗം നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കളമശ്ശേരി മാത്രം തിരഞ്ഞെടുത്തു? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഇതിലൊക്കെ ഉപരി പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ഇതിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ഫോടനത്തിൽ മരിച്ച ഒരു സ്ത്രീ ആരാണെന്നറിയില്ല. അത് ഒരു പക്ഷേ ഈ യഹോവ സാക്ഷിയായിട്ട് വന്ന ഒരാളാണോ? സംടൈംസ്, ചിലപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിനെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ആയിരുന്നെങ്കിലോ? അതും തള്ളിക്കളയാൻ പറ്റുമോ? അപ്പോൾ തിരിച്ചറിയപ്പെടാത്ത ഒരാൾ ആരാണ്? അവർക്ക് ഡൊമിനിക് മാർട്ടിനുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതും ഇപ്പോഴും പോലീസ് ഇരുട്ടിത്തപ്പോഴാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തെ ആദ്യത്തെ തീവ്രവാദ സ്വഭാവത്തിലുള്ള ആക്രമണം, സ്ഫോടനം നടന്ന് 8 പേർ കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ സംസ്ഥാന പോലീസ് ഇപ്പോഴും തുമ്പുകൾ കണ്ടുപിടിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുവാണ്. ഇങ്ങനെ ആസിറ്റീസ് ഇപ്പോൾ ഉള്ളതുപോലെ ഒരു ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്ത് ട്രയലിന് വിട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഡൊമിനിക് മാർട്ടിൻ ഊരിപ്പോരും. കാരണം റിലേ ചെയ്യുന്ന തെളിവുകളെല്ലാം ഇയാൾ തന്നെ കൊടുത്ത തെളിവാണ്. പോലീസ് കണ്ടെത്തിയതല്ല. ഒരാൾക്കെതിരെ അയാൾ തന്നെ സാക്ഷി പറഞ്ഞാൽ അത് സ്വീകരിക്കത്തില്ല കോടതി. ഒരാൾ വന്നു, ഞാൻ ഇപ്പോൾ ഒരാളെ കൊന്നു എന്നും പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു, ഞാൻ കൊന്നതാണെന്ന് പറഞ്ഞാലും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. അതിന് ഞാൻ കൊന്നു എന്നതിന് തെളിവുകൾ കണ്ടെത്തണം. പോലീസാണ് അത് കണ്ടെത്തി. അപ്പോൾ ഇതിനകത്ത് ഇയാൾക്കെതിരെയുള്ള സാക്ഷിമൊഴികളുണ്ട്, ഇയാളെന്ന് സ്ഥാപിച്ചത് പൊട്ടി, ഇതൊക്കെ അത് സാങ്കേതികത്വം മാത്രമാണ്. വേണമെങ്കിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ശിക്ഷിക്കാം. പക്ഷേ എന്നാൽ പോലും ഒരുപാട് ലൂപ്പ് ഹോളുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. ഒരു സാധാരണ ഒരു കുറ്റകൃത്യം നടത്തി എന്ന തരത്തിൽ ശിക്ഷിക്കപ്പെട്ട് വളരെ ലളിതമായ ചില ശിക്ഷാവിധികൾ, മരണശിക്ഷയൊന്നും കിട്ടാൻ പാകത്തിനുള്ള ഒരു ഗ്രൗണ്ട് ഈ കേസിനില്ല. ആ സമയത്ത് ഇയാളുടെ മനോനില മാത്രമല്ല, ഒരു നല്ലൊരു ക്രിമിനൽ വക്കീല് ഡൊമിനിക്കിന് വേണ്ടി ഹാജരായാൽ ഈ പറയുന്ന കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് അതിനെയൊക്കെ ഖണ്ഡിക്കാൻ കഴിയും. കാരണം ഒരിക്കലും ഒരു കുറ്റവാളി ഇങ്ങനെ ചെയ്യുമോ? സ്വന്തം തനിക്കെതിരെ തെളിവുണ്ടാക്കി വെക്കുമോ? ഇയാളുടെ കൂടെ ഈ പറഞ്ഞ സ്ത്രീ ഒരാൾ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ആ സ്ത്രീയാണ് ബോംബ് വെച്ചത് എന്ന് സ്ഥാപിച്ചുകൂടെ? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വേറെ ഒരു രാജ്യാന്തര ബന്ധവും ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ കേരള പോലീസ് അന്വേഷിക്കാത്തൊരു കാര്യമുണ്ട്. ഇയാൾ ഗൾഫിലായിരുന്നു താമസിച്ചിരുന്നത്. ഗൾഫിൽ താമസിക്കുന്ന കാലത്ത് ഡൊമിനിക് ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നതെന്ന് അന്വേഷിക്കണ്ടേ? അവിടെ ഈ രാജ്യാന്തര തീവ്രവാദ ബന്ധമുള്ള ഏതെങ്കിലും സംഘടനകളൊക്കെ ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ഫോടനം നടത്താൻ താല്പര്യപ്പെടുന്ന ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള, കേരളത്തിലും ഇന്ത്യയിലും ആക്രമണങ്ങൾ നടത്തണമെന്ന് താല്പര്യമുള്ള കുറേ ആളുകളുണ്ട്, കുറേ സംഘടനകളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരാരെങ്കിലുമാണോ ഡൊമിനിക് മാർട്ടിനെ പേരുകൊണ്ട് മാത്രം ഇയാൾ ഡൊമിനിക് മാർട്ടിനായിരുന്നോ, മനസ്സുകൊണ്ട് ഇയാൾ ഒരു ജിഹാദി ആയിരുന്നോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അത്തരം സ്വാധീനങ്ങൾക്ക് വഴങ്ങി അവരുടെ പ്രേരണ കൊണ്ട്, അവരുടെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായി ഇയാൾ നടത്തിയ സ്ഫോടനമാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ദുബായിൽ, ഗൾഫിൽ ആരുടെ കൂടെ, ദുബായിൽ നിന്നല്ല ഗൾഫ് രാജ്യത്ത് ആരുടെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്നത് പോലീസ് ഇപ്പോഴും പുറത്തു വിടാത്തത്, അന്വേഷിക്കാത്തത്. അയാൾ കൂടെ താമസിച്ച ആളുകളെ കണ്ടെത്തി ചോദ്യം ചെയ്തിട്ടുണ്ടോ? വേണ്ടതല്ലേ? കാരണം ഇയാൾക്ക് ഒരു സ്ഫോടനം നടത്താൻ ഇത്ര 8 പേരെ കൊല്ലാൻ മാത്രം ഒരു ഭീകര സ്വഭാവം ഇയാൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെ ആരൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. തീർച്ചയായും ഗൾഫിൽ ഇയാൾ താമസിച്ചിരുന്ന ആളുകളെ അറിയുകയും അവരെ ചോദ്യം ചെയ്യുകയും വേണ്ടതാണ്. പക്ഷെ അത്തരം ഒരു കാര്യം പോലീസ് ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കും അറിയത്തില്ല. പോലീസ് വല്ലാതെ ഇരുട്ടിത്തപ്പുന്ന പോലീസ് വിട്ടില്ലായിരിക്കുക. കാരണം പോലീസിന് ഇത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേന്ദ്ര ഏജൻസികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു സ്ഫോടനം നടന്നതാണല്ലോ. അപ്പോൾ NIA ഒക്കെ സ്വമേധയാ തന്നെ കേസ്, NIA അല്ല അന്വേഷിക്കുന്നതെങ്കിൽ പോലും NIAയുടെയൊക്കെ റഡാറിൽ ഇതിൻ്റെ വിവരങ്ങളുണ്ട്. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞതുപോലെ ഈ സ്ഫോടനത്തിന് വേണ്ടുന്ന ബോംബുണ്ടാക്കുന്നതും മറ്റും വിദേശത്തേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ അത് മൂടി വെക്കാൻ കേരള പോലീസിന് കഴിയില്ല. കാരണം ഓൾറെഡി കേന്ദ്രത്തിന് ഇതറിയാം, കേന്ദ്ര ഏജൻസിക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ട് ഇൻ്റർപോളിൻ്റെ സഹായം വേണം എന്ന് പറയുന്നതോടുകൂടി കളമശ്ശേരി സ്ഫോടനത്തിന് രാജ്യത്തിന് പുറത്ത് ബന്ധങ്ങളുണ്ട് എന്ന്
തെളിവായി വരികയാണ്. വെറുതെ ഒരു വ്യക്തിക്ക് തോന്നിയ ഒരു മനോവിഭ്രാന്തി കൊണ്ട് നടന്ന സ്ഫോടനമല്ല കളമശ്ശേരിയിലേത് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.